പൂജ ഇതാണോ ആ തള്ളയുടെ മോൻ? ആ, ഇത് തന്നെയാ ആ കക്ഷി. കണ്ണ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്ന? അകത്തേക്ക് കയറി വാ. നമ്മള് കണ്ടിട്ട് ഒരുപാടായില്ലേ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ അങ്കിൾ, യാത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരക്ക് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. മമ്മി യാദവിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാ തിരക്കും മാറ്റി വെച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ല, യാദവ് എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കണ്ണേട്ടാ. യാദവ്, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ആ കണ്ണേട്ടാ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. തിരക്കൊക്കെ മാറ്റി വെച്ച് എന്നെ കാണാൻ കണ്ണേട്ടൻ വന്നല്ലോ. പെട്ടെന്ന് മമ്മി വിളിച്ച് നിനക്ക് ആക്സിഡന്റ് ആയി, നീ ഐസിയുലാണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇതൊരു നോർമൽ ആക്സിഡന്റ് ആണോ? വണ്ടിക്ക് ഓൾറെഡി ബ്രേക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. ആരെയും സംശയിക്കാനൊന്നുമില്ല, കണ്ണേട്ടൻ ഇരിക്കുക, വന്നതല്ലേ ഉള്ളൂ. ഓക്കെ. അല്ല, ഞാൻ വേറൊരു വിശേഷം കൂടി അറിഞ്ഞു. നിന്റെ കല്യാണം കഴിഞ്ഞു. എനിക്ക് മുന്നേ നീ കയറി അങ്ങ് ഗോൾ അടിച്ചു അല്ലേ? അത് കണ്ണേട്ട, പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊരു കല്യാണം കഴിക്കേണ്ടി വന്നു. ആ, ഇതാ വരുന്നതാണോ നിന്റെ വൈഫ്? ആ കണ്ണേട്ട, വൃന്ദ വാസുദേ, ഇതാ എൻ്റെ വൈഫ്. ഹായ്. ഹായ് കാളിദാസ്. വൃന്ദ, ഇതാ ആൻറ്റിയമ്മയുടെ മോന. ഞാൻ പറയാറില്ലേ, കണ്ണേട്ടൻ. കണ്ണ, ഇനി പരിചയപ്പെടലൊക്കെ പിന്നെ ആവാം. നീ ഇതുവരായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, മമ്മി ഫുഡ് എടുത്ത് വെക്കാം. ആ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ആന്റിനെ ഞാൻ കണ്ടില്ല. ഏതായാലും ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഞാൻ ആന്റിനെ കയറി കണ്ടോളാം. വൃന്ദ, കണ്ണേട്ടൻ എനിക്കെൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാ. കണ്ണേട്ടൻ കുറേ നാളത്തേക്ക് ശേഷം നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വരണ. ഇവിടെ ഒരു ബുദ്ധിമുട്ടും വരാണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാനല്ലേ നിങ്ങളുടെ മോൻ, എന്നിട്ട് എന്തുകൊണ്ട് അവളെ പോലൊരു സുന്ദരിയെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിച്ച? എടാ പൊട്ട, അവളെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിച്ചതുകൊണ്ടാ അവനിപ്പോഴും നിങ്ങളുടെ പിറകെ വരാത്ത. അല്ലെങ്കിൽ യേതുവിന്റെ മരണത്തിന്റെ പേരിൽ ആരാന്ന് പറഞ്ഞ് നിന്റെയൊക്കെ പിറകെ അവൻ വന്നേനെ. നിങ്ങളുടെ വളർത്തുമോൻ അങ്ങനെയൊന്നും കല്യാണത്തിന് സമ്മതിക്കാത്തതാണല്ലോ. ഇവിടെ കണ്ടപ്പോ അവ മൂക്ക് കുത്തി വീണോ? മമ്മി എന്ന് അവളുടെ ഫോട്ടോ അയച്ചപ്പോൾ എനിക്ക് തോന്നിയത് നേരിട്ട് കാണാൻ അവളൊരു സുന്ദരിയായിരിക്കുമെന്ന്. നീ ഈ പറയുന്ന പോലെ അവൾ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല. അവന്റെ ഭാര്യ ആയതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാ. പണ്ട് തൊട്ടേ അവന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് അതിനോട് അസൂയാണല്ലോ. അതെ, കാരണം എന്റെ കയ്യിലുള്ളതിനേക്കാൾ ബെസ്റ്റാ മമ്മി എപ്പോഴും അവന് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെയാ എനിക്ക് അവനോട് അസൂയയും. നോക്കു കണ്ണ, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവനെ നോക്കി അസൂയപ്പെടാനോ ഇവിടെ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ അല്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവളെ പിറകെ പോയി വെറുതെ നാണം കെടരുത്, മനസ്സിലായോ? മമ്മി എന്തൊക്കെ പറഞ്ഞാലും അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അവളെ ഞാൻ എന്റെ വർദ്ധിക്കുള്ളിൽ എത്തിച്ചിരിക്കും. അപ്പൊ കരുതിയ പോലെ തന്നെ തള്ളയെ പോലെ തന്നെ കണക്കാ മോനും. തള്ളയ്ക്ക് സ്വത്തിനോടും പണത്തിനോടാണ് ആർത്തിയെങ്കിൽ മോന് പെണ്ണുങ്ങളോടാണ് ആർത്തി, അല്ലേ? അച്ഛനും യാദവേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ അവന്റെ കർണക്കുറ്റി നോക്കിയൊന്നും ഞാൻ കൊടുത്തേനെ. യാദവേട്ടൻ ഇയാളാണല്ലോ ഏട്ടനെന്നും പറഞ്ഞ് നടക്കണേ. അതിന് യാദവിന് ഇവരുടെ റിയൽ ക്യാരക്ടർ അറിയില്ലല്ലോ. രണ്ടുപേരെയും ഒരുപാട് വിശ്വാസ. പതുക്കെ പതുക്കെ യാദവിന് മനസ്സിലാക്കി കൊടുക്കണം ഇയാളുടെ സ്വഭാവം. യാദവേട്ടനെല്ലാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എന്നോട് എന്തെങ്കിലും വളച്ചിലെടുത്ത് വന്നാ ഞാൻ ആരാണെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കും. നോക്കിക്കോ. ഞാൻ റൂമിലേക്ക് പോവാ. അടിക്ക് നല്ല ഉഷിരുണ്ടല്ലോ. നേരത്തെ മനസ്സിൽ കരുതി കൂട്ടി വച്ചതുപോലെ ഉണ്ടല്ലോ ആ തലോടൽ. രാവിലെ പരിചയപ്പെടുമ്പോഴേ ഞാൻ കരുതിയത് ഇങ്ങനെ ഒരു അടി. ഏതായാലും ഇത്ര പെട്ടെന്ന് തന്നെ തരാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനി മേല എന്റെ വഴി വന്നു പോകരുത്. ശബ്ദത്തിനൊക്കെ നല്ല ഉറപ്പുണ്ടല്ലോ. യാദവിന്റെ ഭാര്യ ആയതുകൊണ്ടായിരിക്കും അല്ലേ? 24 hours ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നവന് നിന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? എന്റെ ഭർത്താവിന് സമയമുണ്ടോ ഇല്ലേ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആദ്യം അനിയന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് പോയി പഠിക്കേ. അല്ല, ഞാൻ ആരോടാ പഠിക്കാൻ പറയണ? അതിന് നല്ലൊരു അമ്മ വേണ്ടേ പറഞ്ഞു തരാൻ? ഇറ്റ്സ് ഓക്കെ. എന്റെ അമ്മ നല്ലൊരു അമ്മ അല്ല എന്ന് നിനക്ക് മനസ്സിലായല്ലോ. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. നീ എനിക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നാ മതി.
യാദവ്, നിന്റെ നിർബന്ധപ്രകാരം ഞാനിപ്പോ ഈ കെട്ടഴിച്ച് മാറ്റിയത്. സ്റ്റിച്ചൊക്കെ പുറത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പൊടിയൊന്നും അടിക്കാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ ബാൻഡേജ് വെച്ചിട്ടുള്ളത്. അതെടുത്ത് മാറ്റരുത്. ഇല്ല, ഞാൻ ഈ ബാൻഡേജ് മാറ്റില്ല. സന്ധ്യ, എനിക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചു. എനിക്ക് ഓഫീസിൽ പോകണമെന്നുണ്ട്. ഞാൻ നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങിക്കോട്ടെ. യാദവേട്ടൻ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ടാ തലയിലെ കെട്ടൊക്കെ മാറ്റി തന്ന. ആ ബാൻഡേജ് എടുത്ത് മാറ്റുന്നവരെങ്കിലും വീട്ടിലടങ്ങിയിരുന്നൂടെ? അതുകൊണ്ടല്ല, വീട്ടിൽ ഒരു പണിയും ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്ട്രെസ് ഫീൽ ചെയ്യുക. അതേസമയം ഞാൻ ഓഫീസിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മൂഡ് കുറച്ച് ഓക്കെ ആവും. ഓക്കെ, യാദവിന് ഓഫീസിൽ പോയാൽ മൈൻഡ് ഫ്രീ ആവുമെങ്കിൽ പൊക്കോ. പക്ഷെ ഒരുപാട് വർക്ക് ലോഡ് എടുത്ത് തലയെ വെച്ച് പ്രഷർ കൂട്ടരുത്. യാദവിന് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ആ, എനിക്ക് മനസ്സിലാവും. പിന്നെ സന്ധ്യ, എനിക്കിനി ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല. അർജുൻ്റെ പേയ്മെൻ്റ് ഒക്കെ സെറ്റിൽ ചെയ്ത് ഞാൻ പറഞ്ഞു വിട്ടോട്ടെ. തലേന്ന് കെട്ട് മാറ്റിയില്ല, അപ്പത്തേക്കും ഹെഡ് വെയിറ്റ് വന്നു. ആദ്യം എന്നെ തന്നെയാണല്ലോ ഓട്ടിക്കാൻ നോക്കുന്ന ദുഷ്ടൻ. അർജുന, നിനക്ക് വേണ്ടി ഞങ്ങളല്ല ഹോസ്റ്റ് ചെയ്തത്, ആന്റിയ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ആന്റിയോട് പറഞ്ഞേക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. യാദവ് സാർ, തലയിലെ ബാൻഡേജ് മാറ്റുന്നവരെ വേണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം. നിങ്ങൾക്കൊരു സഹായമാവുമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഈ ഒരു ബാൻഡേജ് ഡെയിലി മാറ്റി ഒട്ടിക്കാൻ എനിക്ക് നിന്റെ ആവശ്യമില്ല. ഏതായാലും ആൻറ്റിയോട് പറഞ്ഞ് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്യാം. നീ നാളെ മുതൽ ഇങ്ങോട്ടേക്ക് വരണ്ട. അർജുൻ ഇവിടെ നിന്നാലും വലിയ പണിയൊന്നും ഉണ്ടാവൂല. യാദവേട്ടൻ ഇപ്പൊ ഓക്കെ ആയില്ലേ? അല്ലെങ്കിൽ തന്നെ സാറ് വയ്യാതെ കിടന്നപ്പോ ഞാനല്ലല്ലോ നോക്കിയത്, മാം അല്ലേ. എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ലല്ലോ. ജോലി ചെയ്യാതെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതാ. അത് നിന്നപ്പോ ഒരു സങ്കടം. അത് ശരി, ഒരെണ്ണം അങ്ങോട്ട് തന്നാലുണ്ടല്ലോ, പോയി പണിയെടുത്ത് ജീവിക്കടാ. അല്ലെങ്കിൽ തന്നെ നിനക്ക് കിട്ടുന്ന ശമ്പളത്തില് പാതി നീ ഇങ്ങോട്ട് തരണം. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇവിടെ ഇനി ആർക്കെങ്കിലും വയ്യാതാകുമ്പോ എന്നെ തന്നെ വിളിക്കണേ. ഞാൻ ഏതായാലും പൂജയോട് ചെന്ന് യാത്ര പറയട്ടെ. ബായ്. പൂജയാണോ? എനിക്ക് വേണ്ടി അവൾ ഇവിടെ നിന്ന് മാറ്റി മാറ്റി ഇപ്പൊ അവര് തമ്മിൽ അങ്ങ് സെറ്റ് ആയോ? നീ എന്താ കണ്ണ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന? നിനക്ക് ഇഷ്ടായില്ലേ? ഏയ് നോ, ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോ വൃന്ദമ്മള ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടാ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അയ്യ, ഒലിപ്പിച്ചങ്ങ് ഇറക്കുവാണല്ലോ മുതല്. പതുക്കെ പറയടി, കേക്കും. യാദവിന് ഭാഗ്യമുണ്ട്, ഭാര്യയുടെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാലോ. അല്ല യാദവ്, ഓഫീസിലൊക്കെ പോയിട്ട് ഒരുപാടായില്ലേ? വേണമെങ്കിൽ നാളെ മുതൽ ഞാൻ പോവാം. ഏയ്, കണ്ണേട്ടനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. മാത്രമല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. വേറെന്താ, അമ്മ എവിടെ? ഭക്ഷണം കഴിച്ചോ? ആ യാദവേട്ട, അമ്മ ഭക്ഷണവും മെഡിസിനൊക്കെ കഴിച്ച് കിടന്നു. ഐ തിങ്ക് ആന്റി അങ്ങനെ ആരുമായിട്ടും ക്ലോസ് ആവാത്തതാ. വൃന്ദയെ ആന്റിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അതെ, ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഇവളിപ്പോഴും ഈ വീട്ടിൽ ഇവന്റെ ഭാര്യയായിട്ട് നിൽക്കുന്ന. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അല്ല, എന്നിട്ട് ഇവളങ്ങോട്ട് പോയി? ഹലോ, ഗുഡ് മോർണിംഗ്. നേരം എടുത്തു, എഴുന്നേറ്റോ? എന്ത് നോക്ക, വാ നമുക്ക് പല്ലൊക്കെ തേച്ച് കുളിച്ച് സുന്ദരി ആവണ്ടേ? സൂക്ഷിച്ച്. അമ്മ, ഇന്ന് യാദവേട്ടൻ വയ്യായികയൊക്കെ മാറി ഓഫീസിലേക്ക് പോവാണ്. അമ്മ ഇങ്ങനെ റൂമിലേക്ക് മാത്രം ഇരിക്കരുത്, പുറത്തേക്കൊക്കെ വരണം, എല്ലാരോടും സംസാരിക്കണം. യാദവേട്ടന് അമ്മയെ ഒരുപാട് ഇഷ്ടം. ഏതോ ഓഫീസിലേക്ക് പോവാണോ? ഏതോ അല്ല, യാദവ്. അമ്മയുടെ മോന്റെ പേര് യാദവ് എന്ന. യാദവ്? അതെ, യാദവ് അമ്മയെ പോലെ സുന്ദരനാ, പക്ഷെ സ്വഭാവം ഒരു കുട്ടിച്ചാത്തന്റെയാ. ഇവളായിരുന്നു ഞാൻ. യാദവ്, നീ ഇവിടെ നിൽക്കുവാണോ? ആ, നീ വന്നോ? ആ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. നിന്നെ കണ്ടില്ല, അതാ ഞാൻ അകത്തേക്ക്. അല്ല, ആന്റിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? നോ, നമുക്ക് പോവാം. അമ്മ ഒരു 10 മിനിറ്റ് അമ്മ കസേരയിലിരിക്കും. ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് താഴെ യാദവേട്ടൻ്റെ അടുത്ത് പോവാം.
അമ്മ പഴയ പോലെ ആക്റ്റീവായ നമുക്ക് പതുക്കെ പതുക്കെ മെഡിസിനൊക്കെ കഴിക്കുന്നത് നിർത്താം. അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ മെഡിസിനൊക്കെ കഴിക്കാൻ. അപ്പോൾ കഴിക്കാതിരിക്കണമെങ്കിൽ അമ്മ ആക്റ്റീവ് ആവണം. യാദവേട്ടൻ നോ, ഇറ്റ്സ് മീ. നിന്റെ യാദവേട്ടനൊക്കെ എപ്പോഴും ഇവിടുന്ന് പോയി. ഇനി ഒരിക്കൽ കൂടി എന്റെ ബോഡി ടച്ച് ചെയ്ത് ഞാൻ ആരെന്ന് താൻ അറിയും. ഐ നോ, എനിക്കറിയാം നിനക്ക് ഇത്തിരി ഉശിരി കൂടുതലാണ്. ബട്ട് ഈ കാളിദാസൻ നോട്ടമായിട്ട് ഒന്നും ഈ കൈവിട്ട് പോയിട്ടില്ല. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. തന്റെ കൈ കൂടെ കടന്നുപോയി പമ്പട കൊടുത്ത് താൻ എന്നെ പെടുത്തണ്ട. തന്റെയൊക്കെ മുന്നിൽ പെട്ടുപോണ അവസ്ഥേനേക്കാൾ നല്ലത് ജീവൻ സ്വയം അങ്ങ് അവസാനിപ്പിക്കുന്നതാ. തനിക്കെന്നെ ശരിക്കും അറിയില്ല. യാദവ്, 1 വീക്കായിട്ട് നമ്മളെ പിടിച്ചോണ്ട് പോയി കൊന്നവന്മാരെ ഫോണിലേക്ക് ഒരു കോളോ അവരന്വേഷിച്ചൊരു മെസ്സേജോ ആരും അയച്ചിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഇവരൊന്നും ഇപ്പോ ജീവനോടെ ഇല്ല എന്നുള്ളത് അവർക്കറിയായിരിക്കും. പിന്നെ അന്നൊരു നമ്പറിൽ നിന്ന് നമുക്കൊരു ബ്ലാക്ക് മെയിൽ കോൾ വന്നില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോ ബാംഗ്ലൂരാ. ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ബാംഗ്ലൂർ? അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഡ്രഗ്സ് സെല് ചെയ്യുന്ന ഡ്രഗ് ഡീലർമാരെ കണ്ടുപിടിക്കണം. ഉറപ്പായിട്ടും നമ്മൾ അന്വേഷിക്കുന്ന ആൾക്ക് ഡ്രഗ്സ് ഇല്ലാതെ പറ്റില്ല. അത് നീ പറഞ്ഞത് ശരിയാ. അത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ നമ്മുടെ യദുവിന. നമുക്കൊരു കാര്യം ചെയ്താലോ? കണ്ണേട്ടൻ ബാംഗ്ലൂരല്ലേ, കണ്ണേട്ടനോട് പറഞ്ഞ് അന്വേഷിച്ചാലോ? ഏയ്, അത് വേണ്ട. ഞാനിപ്പോഴും പഴയതൊക്കെ ഓർത്ത് അതിൻ്റെ പിറകെ നടക്കുകയാണെന്ന് ആൻറ്റി അമ്മ അറിയും. തൽക്കാലം നമുക്ക് തന്നെ ഡീൽ ചെയ്യാം. നമ്മളിതിൻ്റെ പിറകെയാണെന്ന് പുറത്താരും അറിയണ്ട. നീ പറഞ്ഞ ശരിയാ, നമുക്ക് അതിന് ഈ കാര്യം നോക്കാം. യാദവ്, നമ്മുടെ പുതിയ പ്രോജക്റ്റിന്റെ ആഡിന് കോസ്റ്റ്യൂം ഏത് വേണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് വന്ന് സജസ്റ്റ് ചെയ്താൽ അവർക്ക് പണി തുടങ്ങായിരുന്നു. ഞാൻ ആ കാര്യം മറന്നിരിക്കുകയായിരുന്നു. ഞാൻ അവർക്ക് അതിനെപ്പറ്റി ഒരു മെയിൽ അയക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഞാനിവിടെ ഇല്ലേ, ഞാൻ തന്നെ ഡയറക്റ്റ് പോയി സംസാരിക്കാം. ബാ. ഗുഡ് മോർണിംഗ് സാർ. സാറിന്റെ മനസ്സിൽ ആഡിന്റെ പ്ലാനിങ് എങ്ങനെയാണെന്ന് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്താൽ ഞങ്ങൾ അതിനനുസരിച്ചിട്ടുള്ളൊരു കോസ്റ്റ്യൂം തയ്യാറാക്കാം. ബിൽഡിംഗ് മേക്കറോട്ട് കൊളാബ് ചെയ്തിട്ടൊരു പുതിയൊരു പ്രോജക്റ്റാണ്. സോ ഒരുപാട് കളറിംഗ് ഒന്നും വേണ്ട. ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് അത് മതി. ഓക്കെ സാർ, ഐ ഗോട്ട് ഇറ്റ്. ഒരുപാട് കളറിംഗ് ഒന്നും വേണ്ട, എന്നൊരു എക്സിക്യൂട്ടീവ് ലുക്കും വേണം, അതല്ലേ? സാറിന്റെ മെയിലേക്ക് ഞാൻ 1-2 പിക്ചേഴ്സ് അയക്കാം. സാറിന് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്ത് അയച്ചാൽ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മെയിൽ അയച്ചാൽ മതി. ഞാൻ ചൂസ് ചെയ്ത് റിട്ടേൺ അയച്ചോളാം. ഹേ സ്റ്റെല്ല, 1 മിനിറ്റ്. എൻ്റെ ക്യാബിനിലേക്ക് ആ പർപ്പിൾ കളർ ഡ്രസ്സ് പാക്ക് ചെയ്ത് അയച്ചേക്ക്. ഓക്കെ സാർ. അല്ല യാദവ്, സമയത്തിലായാലോ? നീ എന്താ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഞാൻ ഇറങ്ങാൻ റെഡിയാവുമായിരുന്നു. ഓ ആണോ? ഞാൻ കരുതി നീ ഇത് വെയിറ്റ് ചെയ്തിരിക്കുവാന്ന്. സ്റ്റെല്ല എന്നോട് ഇത് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇതാ. ഓ, ഞാനിത് മറന്നിരിക്കുമായിരുന്നു. എനിവേ, താങ്ക് യു. ഏതായാലും ടൈം ഒരുപാടായില്ലേ, ഞാൻ വീട്ടിലേക്ക് പോവാം. പൊക്കോ പൊക്കോ. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഇതിനു വേണ്ടിട്ടല്ലേ? കിട്ടിയല്ലോ, ഇനി പൊക്കോ. വീട്ടിൽ പോടാ. നോക്കു വൃന്ദ, ഇന്ന് അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അവൻ ചെയ്യാൻ ശ്രമിക്കും. നീ കുറച്ച് ധൈര്യമായിട്ടിരിക്കണം. അവനോട് വലിയ മാസ് ഡയലോഗ് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന മോങ്ങല്ല വേണ്ടത്. ഞാൻ എങ്ങനെ അവിടെ പിടിച്ചു നിന്നേന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോ ഞാൻ എൻ്റെ യാദവേട്ടനെന്നാ കരുതിയത്. ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. നോക്കൂ, ഇങ്ങനെയുള്ളവന്മാരെന്ന് ഇതല്ല, ഇതിനപ്പുറം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. എങ്കിലേ അവന്മാരെ നമ്മളെടുത്ത് വരുമ്പോൾ നമുക്ക് ചേർത്ത് നിൽക്കാൻ പറ്റൂ. ഏതായാലും കർണക്കുട്ടി നോക്കി ഒന്ന് കൊടുത്തില്ലേ, അത് മതി. എന്നാലും ഞാൻ അയാളുടെ അനിയന്റെ ഭാര്യയല്ലേ? എന്നെ ഇങ്ങനെയാണ് അയാൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരിക്കൽ കൂടെ അയാൾ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്ത ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. നിനക്ക് ഏകദേശം ഇപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ എതിർത്ത് നിൽക്കാൻ പോണത് നിസ്സാരക്കാരല്ല. ഏതായാലും ഇയാള് ബാംഗ്ലൂരിൽ നിന്നല്ലേ വന്നത്. ബാംഗ്ലൂരിൽ എനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ വിളിച്ചൊന്ന് അന്വേഷിച്ച് നോക്കാം ഇയാൾ അവിടെ എങ്ങനെയാന്ന്. തൽക്കാലം നീ സമാധാനമായിട്ടിരിക്കെ, എന്തിനും ഞാൻ കൂടെ ഉണ്ട്. സമയം ഒരുപാടായിട്ടും യാദവേട്ടനെ കാണുന്നില്ലല്ലോ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ?
ഇതെന്താ റിങ് പോകുന്നുണ്ടല്ലോ, കോൾ എടുക്കാത്തെന്താ? ഇറ്റ്സ് മീ. ഭഗവാനെ, യാദവേട്ടനായിരുന്നു. ഞാനല്ലാതെ ഈ ടൈമിൽ ഇവിടെ വേറെ ആര് വരാൻ? അത് ഞാൻ കരുതി. യാദവേട്ടൻ നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അവളുടെ ബോഡി തൊട്ടപ്പോൾ ശരിക്കും അവൾ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനല്ല, മറ്റാരോ എന്നാണ് അവൾ കരുതിയത്. ഈ വീട്ടിൽ ഞാൻ അറിയാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? കുളിക്കുവാണോ? ഏതായാലും ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം. ഇന്നലെ ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോയതാ. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, എന്നോട് മിണ്ടിയിട്ടുമില്ല. യാദവേട്ട, ഇടാനുള്ള ഡ്രസ്സ് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. നോ താങ്ക്സ്, ഞാൻ വേറെ ഇട്ടോളാം. എന്നോടിപ്പോഴും പിണക്കമാണോ? എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എങ്കിൽ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചോട്ടെ, കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഏതായാലും എനിക്ക് സാധനം വേണം. എന്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു. അതില്ലാണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കണ്ണാ, നീ വച്ചേക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ആരോടാ നീ ഇപ്പൊ ഫോണിൽ സംസാരിച്ച്? കണ്ട മരുന്നൊക്കെ വലിച്ചു കയറ്റി കിറങ്ങി കിടക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ പിന്നിൽ പല ഉദ്ദേശമുണ്ട്, അല്ലാണ്ട് മരുന്നടിച്ച് കിറങ്ങി കിടക്കാനല്ല. അല്ലേലും മമ്മിക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ മാത്രമല്ലേ എന്റെ അടുത്തേക്ക് വരൂ. എന്താ കാര്യം? നിനക്കറിയാലോ, തറവാട്ടിലെ സ്വത്തുക്കളുടെ ഏക അവകാശി യാദവോ യദുവുമാ. അതിൽ യദു പോയി, പിന്നുള്ളത് യാദവ. കോടിക്കണക്കിന് ആസ്തിയുള്ള സ്വത്തുക്കളാ അതൊക്കെ. സോ വാട്ട്? എനിക്ക് എന്തായാലും സ്വത്തുക്കളോടൊന്നും തീരെ താല്പര്യമില്ല. മമ്മിയുടെ ഉദ്ദേശം അതാണെങ്കിൽ നടക്കില്ല. അല്ലെങ്കിലും നിന്നെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരമില്ല. ഇതെങ്കിലും ഒന്ന് ചെയ്തതാ. അതൊക്കെ കോടികളുടെ സ്വത്ത അവന്റെ പേരിലേക്ക് മാറാൻ പോകുന്ന അറിയോ? മമ്മിക്കറിയാലോ, സ്വത്തിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഇൻ കേസ് മമ്മിക്ക് വേണ്ടി ഞാൻ സഹായിക്കാം. പക്ഷേ പകരം എനിക്കെന്ത് തരും? നിന്റെ 4 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള വകയാ ആ സ്വത്ത്. എന്റെ കയ്യിലേക്ക് അത് വന്നാ അത് നിനക്ക് തന്നെ അല്ലേ? അതിനപ്പുറത്തേക്ക് നിനക്ക് എന്താ വേണ്ടത്? അതൊന്നും എനിക്ക് വേണ്ട. യാദവിന്റെ ഭാര്യ, അവൾ എന്റെ റൂമിലേക്ക് വരണം. അത് മാത്രം മതി എനിക്ക്. മമ്മിക്ക് കഴിയോ? കണ്ണ, ഞാൻ നിന്റെ അമ്മയാ, അല്ലാതെ. ഏയ് കൂൾ ഡൗൺ. മമ്മിക്ക് അത് പറ്റില്ലെങ്കിൽ ഇതെനിക്കും പറ്റില്ല. മമ്മി വേറെ എന്തെങ്കിലും വഴി നോക്കുന്നതായിരിക്കും നല്ലത്. കണ്ണ, നീ ഇതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്ന, മാറ്റമില്ല. കണ്ണൻ ഒറ്റ വാക്കേ ഉള്ളൂ. മമ്മി ഈ ഡീലിന് സമ്മതിച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അല്ല പൂജ, നീ ഇതിനെ കാണുമെന്ന് പറഞ്ഞ? ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് പോവാ. കുറച്ച് ദിവസത്തേക്ക് അവിടെ ആയിരിക്കും. എന്താ പെട്ടെന്ന്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വൃന്ദയുടെ കാര്യം, അതന്വേഷിച്ച് പോവാ. ഞാൻ ഇന്നലെ പുതിയടത്ത് ജോലിക്ക് കയറിയത്. ഇല്ലെങ്കിൽ ഞാനും കൂടെ ബാംഗ്ലൂരിലേക്ക് വരായിരുന്നു. ഇറ്റ്സ് ഓക്കെ. മാക്സിമം പോയ 1 വീക്ക്, അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. അവളെ ഞാനല്ലേ സഹായിക്കേണ്ട, വേറെ ആരുമില്ലല്ലോ അവൾക്ക്. ഓക്കെ, നീ പോയിട്ട് വാ. എന്റെ അമ്മയച്ഛനൊക്കെ നിന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനീ? കൊണ്ട് ഉപ്പിലിട്ട് വെക്കാൻ. എത്ര നേരിട്ട് നിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നറിയോ? ഒരു കാര്യം ഏൽപ്പിച്ചോ അത് കൃത്യസമയത്ത് ചെയ്യാൻ പഠിക്കണം, മനസ്സിലായോ? അതെ, റോഡ് വഴി പോലീസിന്റെ ചെക്കിംഗ് ഇല്ലാതെ വരണമെങ്കിൽ കുറച്ച് പാടാ. കയ്യിലൊരു ചെറിയ പാക്കറ്റ് ആണെങ്കിലും പൊക്കിയത് തന്നെയാ. സാധനം കൊണ്ടുവന്നില്ലേ? നീ ഇരിക്കേ. ഇതവനല്ലേ ആ കൊന്നാട്ടൻ? ഇവനെന്താ ഇവിടെ? സാധനം ഇങ്ങോട്ട് എടുക്ക്. നല്ല ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? ആരടങ്ങോട്ട് വരാതിരിക്കുന്നിടത്തോളം കാലം, കോളേജ് പിള്ളേർ സ്കൂൾ പിള്ളേർ ഉള്ളിടത്തോളം ഞങ്ങളുടെ ബിസിനസ് ഒക്കെ നന്നായിട്ട് പൊക്കോളും. തീരുമ്പം പറഞ്ഞാൽ മതി, ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പുതിയ ഐറ്റംസ് ഒക്കെ ഇറക്കി തരാം. ആഹാ, ഇവന് പെണ്ണപിടി മാത്രമല്ല, കള്ളും കഞ്ചാവും എല്ലാം ഉണ്ടല്ലേ. ഒരു വീഡിയോ എടുത്ത് വെക്കാം, ഉപകാരപ്പെടും.
ഇത് വൃന്ദയ്ക്ക് കാണിച്ചു കൊടുക്കണം. അല്ല, നീ എന്തിനാ അപ്പുറത്തെ ടേബിൾ നോക്കി വീഡിയോ എടുക്കുന്നേ? മിണ്ടാതിരിക്കെ, ഞാൻ പിന്നെ പറയാം. നാളെ യാദവ് വരുമ്പോ കൊടുക്കാനുള്ള ഷെഡ്യൂളൊക്കെ ഓക്കെ ആയി. അല്ല, നീ എന്താ ഇവിടെ? നീ ഇതുവരെ പോയില്ലേ? ഞാൻ ഈ പേപ്പർ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് പോകാൻ വന്നതായിരുന്നു. നീ എന്താ വീട്ടിൽ പോകാത്ത? ഒന്നുമില്ല, ഞാൻ കുറച്ച് വായിക്കാനുണ്ടായിരുന്നു. വായിച്ചപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ബുക്ക് വായിച്ചെന്നോ? യാദവ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എക്സ്ക്യൂസ് മീ, എൻ്റെ ക്യാബിൽ ഞാൻ കുറച്ചേരം ഇരുന്നു വെച്ച് എന്താ കുഴപ്പം? ഇതെൻ്റെ ഓഫീസാണ്, എനിക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. അത് നീ ഇരുന്നോ, നിന്നോട് ഞാൻ ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നിന്റെ ഹെൽത്ത് കണ്ടീഷനിൽ നീ നേരത്തെ വീട്ടിൽ പോകണം. നീ റെസ്റ്റ് എടുക്കണം. നീ അത് ചെയ്തില്ലെങ്കിൽ ആന്റിയെ വിളിച്ച് ഞാൻ പറയും. ആന്റി അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. ശല്യം, ഒരിടത്തും എനിക്ക് സമാധാനം തരരുത്. ഞാൻ പോവാ. മോള് ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? റൂമിലേക്ക് പോക്കോ, സമയം ഒരുപാടായില്ലേ? അത് അച്ഛ, യാദവേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇതുവരെ വന്നില്ലേ? ഞാൻ കരുതി അവൻ എത്തിയിട്ടുണ്ടാവൂന്ന്. നിക്ക്, ഞാൻ അവന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താ ലേറ്റ് ആവുന്നെന്ന് അറിയാലോ. വേണ്ട അച്ഛ, യാദവേട്ട ഫോണ് സ്വിച്ച് ഓഫാ. ഞാൻ ഹിമേഷ് ഏട്ടനെ വിളിച്ചു. അവിടെ തിരിച്ചിട്ട് അരമണിക്കൂറായി. ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിമേഷ് അവിടെ തിരിച്ചിട്ട് അരമണിക്കൂറായി എന്നല്ലേ പറഞ്ഞ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എത്തും. മോള് ടെൻഷൻ അടിക്കണ്ട. യാദവേട്ടൻ വന്നു. കാറിന്റെ ഒച്ച കേൾക്കുന്നില്ലേ? അച്ഛൻ ചെന്ന് കിടന്നു. അമ്മ എണീക്കുമ്പോ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി. ആ ശരി മോളെ, ഗുഡ് നൈറ്റ്. സമയം ഇത്ര ആയില്ലേ? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആരെ? എന്റെ ഭർത്താവിന്. യാദവേട്ടൻ നിക്ക്, പോവല്ലേ. യാദവേട്ട, സോറി, പ്ലീസ്. ഏയ്, കറണ്ട് പോയതാ. വൃന്ദ, നിനി സാ 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 സരി നി സാ 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 നി സരി രെ മാമ പാപ നി ധ പ മ പ നി സരി നി സരി നി ധ പ നി ധ പ മ ഗ രി മ ഗ സ നി സാ മൈല. ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? എന്നോടുള്ള ദേഷ്യം കാരണമല്ലേ ഇത്രയും താമസിച്ച് ഇങ്ങോട്ട് വന്ന്? നിന്നോടാരാ എന്നെ കാത്തിരിക്കാൻ പറഞ്ഞ? ഞാൻ ഇതിൽ ലേറ്റായിട്ട് വരാറുണ്ട്. ഇവിടെ ആരെയും കാത്തിരിക്കാറില്ല. ഇതുവരെ ആരെങ്കിലും കാത്തിരുന്നിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കാത്തിരിക്കും. ലേറ്റ് ആകുമ്പോൾ എന്നെ ഓർക്കണം, ഞാനിവിടെ കാത്തിരിക്കുകയെന്ന്. അതൊക്കെ പോട്ടെ. ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്ന കവറില്ലേ, ഇതിലെന്താ? കവറ? എവിടെ? ഓ, ഇതോ? അതിന്നലെ നിനക്ക് വേണ്ടി. നീ ഒരു കാര്യം ചെയ്, അതെടുത്ത് എൻ്റെ കബോർഡിൽ വെച്ചോ. എന്തൊരു യാദവേട്ടനത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നാണെങ്കിൽ ഞാനെന്തിനാ കബോർഡിൽ വെക്കുന്ന? ഞാനത് നോക്കിക്കോട്ടെ. യാദവേട്ടന് ഞാൻ ഇതിട്ട് കാണണ്ടേ? ഈ ഡ്രസ്സ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ, ഞാൻ ഇട്ടിട്ട് വരാം. ആക്ച്വലി ഇത് ഇന്നലെ ഡിസ്പ്ലേ കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നിന്നെ ഓർമ്മ വന്നു. സോ ഞാനത് വാങ്ങിയതേ ഉള്ളൂ. നിനക്കിഷ്ടമായോ? എനിക്കിഷ്ടമായി. നിനക്കിഷ്ടമായല്ലേ?
ഉം. ആ, യാദവേട്ട, ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ പഠിക്കണം. അത് യാദവേട്ടൻ സന്തോഷത്തോടെ തരുമ്പോ ഞാനതെങ്ങനെ ഇഷ്ടമല്ലാന്ന് പറയും? ഞാനെന്നല്ല, ആരായാലും നിനക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിന് നോ തന്നെ പറഞ്ഞു പഠിക്കണം. ഉം. ഇനി എന്ത് നോക്കി നിൽക്കുക? കംഫർട്ടബിൾ അല്ലെങ്കിൽ ചെന്ന് മാറ്റിയിട്ട് വാ. മുകിലുകൾ മേയും മാമഴക്കുന്നിൽ തളിരണിയും മയിൽപ്പീലിക്കാവിൽ കാതരമേ കളിവീടുമീട്ടി തേടിയലഞ്ഞു നിന്നെ ഞാൻ. വരൂ വരൂ വരദേ തരുമോ? ഏട്ടാ, ഇത് എനിക്ക് ഏട്ടനെ വിളിക്കുന്ന കണ്ണട. ഏട്ടാ നോക്ക്. യാദവേട്ട, എന്തു പറ്റി? ഒന്നുമില്ല, നീ ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ അപ്പുറത്തുണ്ടാവും. യാദവേട്ടൻ കരഞ്ഞതാണോ? പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറ്റിയേ? അല്ല പൂജ, അപ്പയാൾക്ക് പെണ്ണുങ്ങളെ ചോദിച്ചാൽ മാത്രമല്ല ഈ ഡ്രഗ്സുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടല്ലേ? നീ വീഡിയോ കണ്ടതല്ലേ? അതിനർത്ഥം അയാൾ യൂസ് ചെയ്യുന്നുണ്ടെന്നല്ലേ? അല്ല പൂജ, അങ്ങനെയാണെങ്കിൽ യദുവേട്ടൻ്റെ മരണത്തിന് പിന്നിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ? എന്തോ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. അല്ല, അതിനെപ്പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അന്ന് ഹിമേഷ് നിന്നോട് പറഞ്ഞതില് ഏതോ ആരെയും വിശ്വസിക്കരുതെന്നല്ലേ പറഞ്ഞത്? എന്തുകൊണ്ട് ഇയാളായിക്കൂടാ? എനിക്കങ്ങനെയാ തോന്നുന്ന. ഇവരൊക്കെ അന്വേഷിക്കുന്ന ആള് ഇയാളാണെങ്കിലോ? അല്ല പൂജ, ആ തെണ്ടിയെ പറ്റി അന്വേഷിക്കാൻ നീ ഒറ്റയ്ക്കാണോ പോകുന്നത് ബാംഗ്ലൂരിലേക്ക്? നീ ഒറ്റയ്ക്ക് പോണ്ടേ, ഞാനും കൂടെ വരട്ടെ. നല്ല കഥ. നീ ഞാൻ ഒരുമിച്ച് പോയാൽ എന്തായാലും സംശയം വരും. മാത്രമല്ല, നിന്നെ എൻ്റെ കൂടെ യാദവ് എന്തായാലും വിടില്ല. ഡോൺ വറി, എനിക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അയാളെ പറ്റി അറിഞ്ഞിട്ടേ വരുള്ളൂ. പൂജ, നീ സൂക്ഷിക്കണം. ഡോൺ വറി. ഇനി ഞാനിവിടെ നിന്ന് ലേറ്റ് ആവും. എനിക്ക് 9 മണിക്കാ ഫ്ലൈറ്റ്. ഞാൻ പോട്ടെ, ഞാൻ നിന്നെ കോൾ ചെയ്തോളാം. ബൈ. എന്തു പറ്റി യാദവ്? നീ എന്താ രാവിലെ തന്നെ എന്നെ കാണുമെന്ന് പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹിമേഷ്, ഞാൻ ഓക്കെ അല്ല. ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറി പോകുന്നുണ്ടോന്നൊരു സംശയം. എൻ്റെ യദുവിനെ കൊന്നവന് എനിക്ക് ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്താ യാദവ് ഇത്? നമ്മൾ അതിന്റെ പിറകെ തന്നെയല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും നമ്മൾ തീർത്തില്ലേ? ഇനി ഒരാളൂടെയല്ലേ ഉള്ളൂ. അത് നമ്മൾ കണ്ടെത്തും. കണ്ണു നടച്ച ചോര കുളിച്ചടക്കണ യദുവിൻ്റെ മുഖം എൻ്റെ മുന്നിൽ. എത്രയും വേഗം അവനെ കൊന്നവനെ കണ്ടുപിടിക്കണം. എൻ്റെ കൈകൊണ്ട് തന്നെ തീർക്കണം അവന്. യാദവ്, നീ ഒന്ന് കാമാവ്. മനസ്സ് കുറച്ച് ഫ്രീ ആയിട്ട് വിട്. നമ്മൾ ശരിക്കുള്ള ട്രാക്കില്ല. യദുവിന്റെ കൊലയാളിയുടെ അടുത്തേക്ക് എത്താൻ നമുക്കിനി കുറച്ച് ദൂരേ ഉള്ളൂ. ഐ നോ. യാദവ്, ഹിമേഷ് ഉണ്ടായിരുന്നോ? എന്താ രാവിലെ തന്നെ? എന്നാ രണ്ടാളും ഭക്ഷണം കഴിക്കാം. ഇല്ല ആന്റി, ഞാനിത് വഴി പോയപ്പോ ഇവനെ കാണാൻ കയറിയതേ ഉള്ളൂ. വീട്ടിൽ അവളെല്ലാം റെഡിയാക്കി വെച്ചേക്ക. ഇനി അവിടെ നിന്ന് കഴിച്ചില്ലെങ്കിൽ അത് മതി. എന്നാ ശരി യാദവ്, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. ബൈ. യാദവ് മോനെ, എല്ലാം ഓക്കെ അല്ലേ? ഹിമേഷ് എന്താ രാവിലെ തന്നെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ആൻറ്റി. ഇന്നലെ ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. എൻ്റെ ഫയലൊക്കെ ഹിമേഷിൻ്റെ കാറിലായിരുന്നു. അത് തരാൻ വേണ്ടി വന്നതാ അവൻ. ആ ഫയല് ഇമ്പോർട്ടൻ്റാ. ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതാ. ആണോ? എന്നാ നീ വാ, ഭക്ഷണം കഴിക്കാം. അവരൊക്കെ കാത്തിരിക്കാം. യാദവ് മോനെ, വാ ഇരിക്കേ. നീ നോക്കണ്ട, രാവിലെ തൊട്ട് നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുക. യാദവേട്ടനിരിക്കെ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. വൃന്ദമോളെ, മോളും ഇരിക്കെ. എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. ആവശ്യമുള്ളവർ എടുത്ത് കഴിച്ചോളും. ആച്ചാ, അമ്മയ്ക്കൂടെ എടുത്തു വെച്ചിട്ട് ഞാൻ ഇരുന്നോളാം. നിങ്ങൾ കഴിക്കുക. യാദവ് മോനെ, നീ എന്ത് നോക്കിയിരിക്കുക? ഭക്ഷണം കഴിക്കേ. പിന്നെ ഇപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ? എല്ലാം ഓക്കെ ആയില്ലേ? ആൻറ്റി, ഞാനിപ്പോൾ ഓക്കെയാണ്. എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയി. ഗുഡ്. നീ വയ്യാതെ കിടന്നപ്പോൾ, സീരിയസ് ആയിട്ട് കിടന്നപ്പോൾ ആൻറ്റി ഒരു നേർച്ച നേർന്നു. 41 ദിവസം വ്രതം എടുത്ത് നിന്നെ അയ്യപ്പൻ്റെ അടുത്തേക്ക് വിടാന്ന്. എന്ന് വെച്ചാൽ മലയ്ക്ക് മാലിടാനോ? ഇതിനിപ്പോൾ അതിന് എത്ര ഷോക്കാവുന്ന നീ കേട്ടിട്ടില്ലേ? യാദവ് ഐസിയിൽ കിടന്നപ്പോൾ ഞാൻ നേർന്നതാ.
അതെത്രയും വേഗം നടത്തണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അല്ലേച്ചി, അവനാകെ ഇപ്പോഴല്ലേ ഒന്ന് റിക്കവറായി വന്നത്. ഏയ് സാരല്ല അച്ഛ, ആൻറ്റി എനിക്ക് വേണ്ടി നടന്നതല്ലേ, ഞാൻ മലയ്ക്ക് പൊക്കോളാം. പന്നത്തള, വേറെ ഒന്നും നേരം കിട്ടിയില്ലേ, മലയ്ക്ക് എന്നെ നിറഞ്ഞിരിക്ക. ഇനി എനിക്ക് കാണണം, നീ അവരോട്ട് കൊഞ്ചി കൊഴയണം. ഓഹോ, അപ്പൊ ഇതെനിക്ക് മനപ്പൂർവ്വം നിന്ന പണിയാണല്ലേ. ഏതായാലും നല്ലതാ, ആന്റി എന്ത് ചെയ്താലും അത് യാദവേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഇത്രയും ദൂരം യാദവേട്ടൻ ഒറ്റയ്ക്ക് പോണ്ട, കൂടെ കണ്ണേട്ടും കൂടെ വന്നോട്ടെ. ഏയ് കണ്ണൻ ഇതൊന്നും ശീലമല്ല, അവനിതൊന്നും അറിയില്ല. ഞാൻ യാദവിന് വേണ്ടിയിട്ട് മാത്ര നേർന്നത്. യാദവ് പൊക്കോളും. ശീലമല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ശീലിച്ചോട്ടെ. മാത്രമല്ല, യാദവേട്ടൻ ഇപ്പോഴല്ലേ ഒന്ന് റിക്കവറായി വന്നത്, ഒറ്റയ്ക്ക് എങ്ങനെ വിടും? കണ്ണേട്ടനുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി, അല്ലേ അച്ഛാ? വെറുതെ നമ്മൾ പറഞ്ഞ ശരിയാ, യാദവൻ എങ്ങനെ ഒറ്റയ്ക്ക് വിടും? വേണ്ട, കണ്ണനും കൂടെ മലയ്ക്ക് മാലിട്ടോട്ടെ, ഏട്ടനും അനിയനും കൂടെ ഒരുമിച്ച് പൊക്കോട്ടെ. തലതെറിച്ചവള് എന്റെ പ്ലാനിങ് ഒക്കെ നശിപ്പിക്കുമല്ലോ. ഇതെനിക്ക് തന്നെ പണിയാവോ? നിങ്ങൾക്ക് യാദവേട്ടനെ മലയ്ക്ക് വിടണോ അല്ലേ? വിട്ടുതരാം. നിങ്ങൾക്കറിയാലോ, സത്യഭാമയെ പോലെ ഈ സ്റ്റോറി നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ ഈ സ്റ്റോറി ചെയ്യുന്നത് കുറച്ച് പേരുടെ റിക്വസ്റ്റ് കൊണ്ടാ. കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും കമന്റ് ഒന്നും ചെയ്യാറില്ല. നമ്മുടെ ചാനല് ഹൈപ്പിലും കയറാറില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എപ്പിസോഡ് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും.